ഹലോ നമസ്കാരം, സൈയാർട്സ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതുവത്സരമായിട്ട് ബന്ധപ്പെട്ട ഒരു മോഷൻ ഗ്രാഫിക്സ് അനിമേഷനാണ്. ഇതൊരു പഴയ വീഡിയോസാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ ട്യൂട്ടോറിയൽ ചെയ്യാം എന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതൊരു പഴയ 2021 ചെയ്തൊരു ഹാപ്പി ന്യൂ ഇയറിൻ്റെ ഒരു മോഷൻ ഗ്രാഫിക്സ് അനിമേഷനാണ്. ഇതെങ്ങനെ നമുക്ക് അനിമേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഇല്ലുസ്ട്രേറ്ററിൽ ഡ്രോ ചെയ്ത് വരച്ചിട്ടുണ്ട്. ഓരോരോ സെപ്പറേറ്റ് ലെയറിൽ ഇതിൻ്റെ ഔട്ട്ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ആഫ്റ്റർ എഫക്ട്സിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി ജസ്റ്റ് ഇമ്പോർട്ട് ടു ഫയൽസ്, ഞാൻ AI ഹാപ്പി ന്യൂ ഇയർ, ഓക്കെ, കോമ്പോസിഷൻ, ലെയർ സൈസ്, ഇമ്പോർട്ട്. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമുക്കിതെല്ലാം സെപ്പറേറ്റ് ലെയറുകളാണ്. കണ്ടോ, നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും സെപ്പറേറ്റ് ലെയറാണ്. അപ്പോൾ നമുക്ക് ഓരോ ലെയറും നമുക്ക് ജസ്റ്റ് പെൻ ടൂൾ ഉപയോഗിച്ച് വരയ്ക്കണം. അതിന് ആദ്യം ഫസ്റ്റ് ലെയർ സെലക്ട് ചെയ്തിട്ട് പെൻ ടൂൾ ഇടുക, കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് വരയ്ക്കുക. ഇനി അടുത്ത ലെയർ, സെക്കൻഡ് ലെയർ സെലക്ട് ചെയ്യുക. ഈ എച്ചിൻ്റെ പോർഷനാണ്, കണ്ടോ, ഒരു ഏരിയ ആണ്. അപ്പോൾ അത് ജസ്റ്റ് ഡ്രോ ചെയ്തെടുക്കുക. ഓക്കെ, കറക്റ്റ് ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയാൽ മതി. നമുക്ക് ജസ്റ്റ് നമുക്ക് ആ എഫക്ട്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഔട്ട് കിട്ടും. ഇനി അടുത്ത ലെയർ എന്ന് പറയുന്നത് എച്ചിൻ്റെ ബാക്കി പോർഷനാണ്. അതുകൊണ്ട് ഇത് എവിടും തുടങ്ങും. നമുക്ക് രണ്ട് മെത്തേഡ് ചെയ്യാം. ഒന്ന് എന്ന് പറയുന്നത് നമുക്ക് ഇതേപോലെ മാസ്ക് പോലെ വരയ്ക്കും. മാസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സോൾ ലെയർ എടുത്തതിന് ശേഷം ആ സോൾ ലെയർ നമുക്ക് റൈറ്റ് ഓൺ എന്ന് പറഞ്ഞൊരു എഫക്ട്സ് ഉണ്ട്. ആ എഫക്ട്സ് വെച്ച് നമുക്ക് വരയ്ക്കാൻ പറ്റും. അത് ജസ്റ്റ് ഞാനത് വേറെ ട്യൂട്ടോറിയൽ ജസ്റ്റ് അതിനെക്കുറിച്ച് കാണിച്ചു തരാം. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതെല്ലാം ഒരു ബേസിക് ക്ലാസ്സുകൾ മാത്രമാണ്. നമുക്ക് ഡീറ്റെയിൽ ക്ലാസ്സിലേക്ക് കിട്ടുന്നില്ല. ഞാൻ ഇപ്പോൾ ചെയ്ത വീഡിയോസുകളെല്ലാം ബേസിക് ആയിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളും നമ്മൾ ബേസിക് ക്ലാസ്സിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഡീറ്റെയിൽ ക്ലാസ്സിലേക്ക് ഇതുവരെ നമ്മൾ കടന്നിട്ടില്ല. കാരണം ആഫ്റ്റർ എഫക്ട്സിനകത്ത് എന്തൊക്കെ എഫക്ട്സുകളുണ്ടോ ആ എഫക്ട്സുകളൊക്കെ വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതാണ് നമ്മളിപ്പം ഇത്രയും ക്ലാസ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം തൊട്ട് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ് ഇതുവരെ ഇപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകൾ പോയി കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നിങ്ങൾക്ക് ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഒരു ബേസിക് ഒന്നും അറിഞ്ഞിടാത്തവർക്ക് വരെ ജസ്റ്റ് ബേസിക് മനസ്സിലാക്കുന്ന രീതിയിൽ ക്ലാസ്സുകൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ അതേപോലെ കണ്ട് കവർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി ടോപ്പ് ലെയറിൽ വന്നതിന് ശേഷം നമുക്ക് എഫക്ട്സിൽ പോയിട്ട് ജനറേറ്റിനകത്ത് സ്ട്രോക്ക് എടുത്തിട്ട്, അപ്പോൾ നമുക്കിവിടെ സ്ട്രോക്ക് അപ്ലൈ ആയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റേ ക്രിസ്മസിൻ്റെ ഒരു മോഷൻ ഗ്രാഫിക്സിൻ്റെ ട്യൂട്ടോറിയൽ. അതിൽ അപ്ലൈ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. പെയിൻറ് സ്റ്റൈലിൽ പോയിട്ട് റിവീൽ ഒറിജിനൽ ഇമേജ് കൊടുത്തതിന് ശേഷം ഇവിടെ ബ്രഷ് ഹാർഡ്നെസ് 100 കൊടുക്കുക. ഈ ബ്രഷ് സൈസ് ഒരു 6 കൊടുക്കുക. നമുക്ക് 6 മതി. ഇനി എൻഡ് 0 കൊടുക്കുക. ഓക്കെ, അതിനുശേഷം എൻഡ് കീ കൊടുക്കുക. ഒരു സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേക്ക് 100 കൊടുക്കുക. അപ്പോൾ എനിക്ക് അനിമേഷൻ വർക്ക് ചെയ്യുന്നത് കണ്ടോ. ഇതേ മെത്തേഡ് നമുക്ക് എല്ലാത്തിനും വീഴണം. അതിന് സ്റ്റാർട്ടിങ് ഫ്രെയിമിൽ ടൈം ലൈൻ കൊണ്ടുവച്ചിട്ട് ഇത് കോപ്പി പറയുക, എല്ലാ ഫ്രെയിമും സെലക്ട് ചെയ്യുക, എല്ലാ ലെയറും സെലക്ട് ചെയ്തിട്ട് എഡിറ്റിൽ പോയിട്ട് പേസ്റ്റ് പറയാം. അപ്പോൾ നമ്മളത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ജസ്റ്റ് ഒരേപോലെ അനിമേറ്റ് ആവുന്നുണ്ട്, കണ്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ അനിമേഷൻ എല്ലാം പക്കയായിട്ടുണ്ട്.
എല്ലാ അനിമേഷനും ഒറ്റയടിക്ക് തന്നെ വീണിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് എഡിറ്റ് ചെയ്യണം. ഗ്രാഫല്ല, സോറി, ഇതിൻ്റെ കീസ് എല്ലാം ഒന്ന് സെലക്ട് ചെയ്യണം. അതിനുവേണ്ടി യു പ്രസ് ചെയ്യുക. ജസ്റ്റ് യു പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ കീസ് എല്ലാം സെലക്ട് ചെയ്തിട്ട് F9 അടിക്കുക. അല്ലെങ്കിൽ കീ ഫ്രെയിം അസിസ്റ്റൻ്റ് പോയിട്ട് ഈസ് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമുക്കിനി ഓരോ ഫ്രെയിമും അഡ്ജസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് മുകളിൽ നിന്നാണ് നമ്മൾ ഫ്രെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഫ്രെയിം നോക്കുക, അതിങ്ങനെ വന്ന് കുറച്ച് ബാക്കിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഓക്കെ, അങ്ങനെ ഓരോ ഫ്രെയിമും അറേഞ്ച് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഞാൻ എല്ലാ ഫ്രെയിമും ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കുകയാണ് ആദ്യം. ഓക്കെ, ഇനി ഒരു ലെയറും കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ഫ്രെയിമും അറേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ അവിടെ ടൈമിങ് നോക്കിയാൽ മാത്രം മതി. ജസ്റ്റ് ഓക്കെ. ഇനി ഇതിൽ കളറ് ചേഞ്ച് ചെയ്യാൻ എങ്ങനെയാണ്? അതിന് വേണ്ടി ലെയറിനകത്ത് ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എടുക്കുക. എടുത്തതിന് ശേഷം എഫക്ട്സിൽ പോയിട്ട് കളർ കറക്ഷൻ ഹ്യൂ സാച്ചുറേഷൻ കൊടുക്കുക. കൊടുത്തതിന് ശേഷം കളറൈസ് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു കളർ സാച്ചുറേഷൻ എന്നുള്ളത് കുറച്ച് കൂടുതൽ കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇവിടെ കളറൈസ് ഹ്യൂ എന്ന് പറയുന്നിടത്ത് സെലക്ട് ചെയ്യുക. ജസ്റ്റ് ആൾട്ട് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ വരും. അവിടെ വിഗിൾ എന്ന് പറഞ്ഞതിന് ശേഷം ഒരു 10,50 കൊടുക്കുക. ഞാൻ പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ, പല കളറിലേക്ക് നമുക്ക് അനിമേഷൻ. ഇനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പല കളറിലായിട്ട് ഇങ്ങനെ വരും. ഇവിടെ വാല്യൂ മാറുന്നതനുസരിച്ച് ഇവിടെ ഞാൻ 10 മാറ്റിയിട്ട് ഒരു 50 കൊടുക്കുന്നതെങ്കിൽ കണ്ടോ, ഈ രീതിയിൽ നമുക്ക് അനിമേഷൻസ് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഇതേപോലെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബാക്കിൽ ജസ്റ്റ് പൂത്തിരികൾ പോലെ പൊട്ടിത്തെറിച്ച് പോകണമെങ്കിൽ അതിനുവേണ്ടി ഞാനിവിടെ പുതിയൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ന്യൂ ഷേപ്പ് ലെയർ എടുക്കുക. അതിൽ പോയിട്ട് ആഡ് എലിപ്സ് കൊടുക്കുന്നു. അതിനുശേഷം ആഡ് ഫില്ല് കൊടുക്കുക. ഫില്ല് കൊടുത്തതിന് ശേഷം ഞാൻ എലിപ്സിൻ്റെ സൈസ് ഞാൻ കുറച്ചൊന്ന് കുറയ്ക്കുന്നു. ഓക്കെ, ഇനി പൊസിഷൻ കീ കൊടുക്കുക. ഒരു സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 2 സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേക്ക് പൊസിഷൻ മുകളിലേക്ക് പോകുന്നിട്ട് കൊടുക്കുന്നു. ഇനി സൈസിന് ഞാൻ കീ കൊടുക്കുന്നു. സ്റ്റാർട്ടിങ് ഫ്രെയിമിൽ കൊണ്ടുവച്ചിട്ട് 0 കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് അനിമേഷൻ 0 നിന്ന് വരും. ഇനി ലാസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടുവച്ചിട്ട് ഫില്ലിൽ ഒപ്പാസിറ്റി കീ കൊടുക്കുക. കുറച്ച് ബാക്കിലേക്ക് വെച്ചതിന് ശേഷം 0 കൊടുക്കുക. അപ്പോൾ എനിക്ക് അനിമേഷൻ നടക്കുന്നത് ഓക്കെ, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കൊടുക്കേണ്ടത്. 100 ഇവിടെ 0. ഓക്കെ, അപ്പോൾ എനിക്ക് അനിമേഷൻ ഓക്കെ. ഇനി ഇതെല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് F9 പ്രസ് ചെയ്യുക. ഗ്രാഫ് എടുത്തിട്ട് ഒന്ന് സെറ്റാക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അനിമേഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇതിനെ സെലക്ട് ചെയ്യുക. കണ്ടൻറ്റിൽ സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് റിപ്പീറ്റർ എന്ന് പറയും. ഇത് സെലക്ട് ചെയ്യുക. അപ്പോൾ റിപ്പീറ്റർ ഓപ്ഷൻ കൊടുക്കുമ്പോൾ തന്നെ കണ്ടോ ഇത്രയും വന്നിട്ടുണ്ട്. അപ്പോൾ റിപ്പീറ്ററിനകത്ത് പോയിട്ട് കോപ്പീസ് എത്ര കോപ്പീസ് വേണം അതിൽ കൊടുത്തതിന് ശേഷം ഒരു 30 കോപ്പീസ് കൊടുക്കുന്നു. ട്രാൻസ്ഫോം റിപ്പീറ്ററിനകത്ത് പോയതിന് ശേഷം റൊട്ടേഷൻ -45 കൊടുക്കുക. ഇനി പൊസിഷൻ എന്ത് ചെയ്യുക, 0 കൊടുക്കുക. അപ്പോൾ എനിക്ക് അനിമേഷൻ നടക്കുന്നത് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ. ഓക്കെ, ഇനി അത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് Ctrl D കുറച്ചകത്തേക്ക് വയ്ക്കുക. ഓക്കെ, ഇനി ഹാപ്പി ന്യൂ ഇയറിൻ്റെ ഇതിനകത്ത് വന്നതിന് ശേഷം നമ്മുടെ കോമ്പോസിഷൻ എടുത്ത് ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് ഇടുക. നമുക്ക് എവിടെയൊക്കെയാണോ വേണ്ടത്
ഒന്ന് സ്കെയിൽ ചെയ്ത് സൈഡിലോട്ടൊക്കെ ഒന്ന് കൊടുക്കാം. അപ്പോൾ നമുക്കതിന് കളറ് മാറണ്ടെങ്കിൽ ജസ്റ്റ് പുറത്തേക്ക് ഇട്ടിരുന്നാൽ മതി. അപ്പോൾ ആ കളർ തന്നെ മാത്രം. ഓക്കെ, അപ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അവിടെ ഇവിടെയൊക്കെ ജസ്റ്റ് മാറ്റി ഇട്ടിരുന്നാൽ മതി. അപ്പം Ctrl+D പല സ്ഥലങ്ങളിൽ പല രീതിയിൽ ഇടുമ്പോഴത്തേക്ക് നമുക്ക് പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അനിമേഷൻ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം 2023. അതിനുവേണ്ടി ജസ്റ്റ് നമ്മളുടെ ടെക്സ്റ്റ് എടുക്കുക, 2023 ടൈപ്പ് ചെയ്യുന്നു. ജസ്റ്റ് അതിൻ്റെ സ്കെയിൽ ടെക്സ്റ്റിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഞാൻ ഇവിടേക്ക് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഫോണ്ട് ഡിഫോൾട്ട് ഡിഫോൾട്ടല്ല അവന്ത് ഗ്രേഡ് ഫോണ്ട് ഇട്ടേക്കാണ്. ഇതിന് നമുക്ക് അനിമേഷൻ വേണമെങ്കിൽ നമുക്കിവിടെ അനിമേഷൻ ബ്രൗസ് പ്രീസെറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഇവിടെ പോയാൽ നമുക്ക് ടെക്സ്റ്റ്, ഇവിടെ പോയി കഴിഞ്ഞാൽ 3D ടെക്സ്റ്റ്, ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള അനിമേഷൻസ് കിട്ടും. ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ടെക്സ്റ്റ് വന്നില്ല. ഓക്കെ, വരുന്നുണ്ട്. ഓക്കെ, ആ ടെക്സ്റ്റിൻ്റെ സ്പീഡ് കുറവാണ്. അപ്പോൾ ഇതിനകത്ത് പോയിട്ട് അല്ലെങ്കിൽ യു പ്രസ് ചെയ്താൽ മതി, നമുക്ക് കീ കിട്ടും. ജസ്റ്റ് ആ കീ ഫ്രെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഹാപ്പി ന്യൂ ഇയർ വന്ന് തീരുന്ന സമയത്തായിട്ട് ഇത് വരണം. ഓക്കെ, പ്ലേ ചെയ്യണമെങ്കിൽ ഓക്കെ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള മോഷൻ ഗ്രാഫിക്സ് അനിമേഷനുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ഇത് മനസ്സിലായവർ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.